നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM ന്യൂഞ്ഞേരി. കൈലാസം തറവാടിന്റെ വലിയ മുറ്റത്തേക്ക് വന്നിരുന്ന രണ്ട് കാറുകളെയും ഉറ്റുനോക്കി നിർവികാരനായി നിന്നു രാമഭദ്രമേനോൻ. തലയെടുപ്പോടെ ജയേന്ദ്രമേനോന്റെ ഒപ്പത്തിനൊപ്പം നിന്ന മനുഷ്യനാണ് ഇപ്പൊ മെലിഞ്ഞ അവശനായിരിക്കുന്നു. എപ്പോഴും ഉമ്മർത്ത് വന്ന് ഗേറ്റിലേക്ക് കണ്ണു നട്ട് നിൽക്കും, ആരെയോ കാത്തു നിൽക്കും പോലെ. തലയിലെ കുറ്റിമുടികൾക്ക് മീതെ നരവീണു. കുറ്റിത്താടി രോമങ്ങൾ അങ്ങനെ തന്നെ. കണ്ണൊക്കെ കുഴിഞ്ഞ് വല്ലാത്തൊരു കോലം. കാറിൽ നിന്നിറങ്ങിയ ആവണിയുടെ കണ്ണുകളൊന്ന് മിഴിഞ്ഞു. പഴയ മോഡലുള്ള പ്രൗഢി വിളിച്ചോതുന്ന വലിയൊരു ഇരുനില വീട്. മുറ്റത്ത് ഒരു വശം ചേർന്ന് നിൽക്കുന്ന കൂറ്റനൊരു മൂവാണ്ടം മാവ്, അതിന്റെ മേലെ കൊമ്പിൽ കെട്ടിയ വലിയ ഊഞ്ഞാൽ, മതിലിനും മുറ്റത്തിനുമിടയിലായി കെട്ടിയ സിമെന്റ് തിട്ടകൾക്കുള്ളിൽ തെച്ചിയും മന്ദാരവും പല നിറത്തിൽ പൂക്കളുള്ള ചെമ്പരത്തിയും അരളിയും ഒക്കെ പൂത്തുമറിഞ്ഞ് നിൽക്കുന്നു. ശ്രീയും നാഥും ശിവനാഥുമൊക്കെ കുട്ടിക്കാലം ചിലവഴിച്ച വീടുകളിലൊന്ന്. തൊട്ടടുത്ത് തന്നെയാണ് ശ്രീമംഗലം തറവാടും. അവിടെ ഇപ്പോൾ ആരും താമസിക്കാറില്ല. ജയേന്ദ്രനും കനകവും അവിടേക്ക് അധികം പോവാറില്ല. ചുരുക്കി പറഞ്ഞാൽ നാഥിന്റെ ഓർമ്മകളിൽ നിന്നൊരു ഒളിച്ചോട്ടം എന്ന് വേണം പറയാൻ. കാറിൽ നിന്നിറങ്ങിയ ആവണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. തറവാടും പരിസരവും ഒക്കെ അവളൊന്ന് മൊത്തത്തിൽ വീക്ഷിച്ചു. ഇവിടുത്തെ കിളവനും കിളവിക്ക് ഒരേ ഒരു മോന, അതെന്റെ അമ്മായിയപ്പൻ. ഈ സ്വത്തുക്കൾ അത്രയും ഞാൻ ഇനി എന്താ ചെയ്യ? മനസ്സിലായി ഓർത്തുകൊണ്ട് ചിരിച്ചു ആവണി. അതേ മുഖഭാവമായിരുന്നു മാധവിയിലും. കാറിൽ നിന്നിറങ്ങുന്ന ജാന ആവണിയും നോക്കി. കണ്ടിട്ട് സഹിക്കുന്നില്ല. ദൈവത്തിന് ഇങ്ങനെയൊരു പുരുഷനെ സൃഷ്ടിക്കാൻ കഴിയുമോ? എന്തൊരു ലുക്കായിവന്. ഇനി ഒരുപാട് കാക്കാൻ വയ്യ. ഉടനെ തന്നെ തന്റെ മനസ്സിലുള്ള അറിയിക്കണം. അനുകൂലമായ മറുപടിക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാ. ആർത്തിയോടെ അവന്റെ ശരീരത്തിലൂടെ കണ്ണുകൾ പായിച്ചു അവൾ. ശിവനാഥ് മേനോൻ വേഗം തന്നെ പോയി തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ജയേന്ദ്രമേനോനും അയാൾക്കടുത്തേക്ക് പോയി തന്റെ പ്രിയ കൂട്ടുകാരനെ കാണാൻ. ഇടയ്ക്കിടെ കാണാറുള്ളതാണ്. പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. പക്ഷെ ഇതേവരെ ഇതിനപ്പുറം ഒരു മാറ്റവുമില്ല. എന്നാൽ രാമഭദ്രന്റെ നോട്ടം മുഴുവൻ ഒരുവനിൽ തന്നെയായിരുന്നു, ജാനിൽ. കാറിന്റെ ഡിക്കിയിൽ നിന്നും ട്രോളി ബാഗിലെടുത്ത് പുറത്തു വെക്കുന്നവനെ നിർവികാരനായി നോക്കി നിന്നു രാമഭദ്രൻ. അവിടേക്ക് വന്ന നിർമ്മലയും ശിവനാഥും ജയേന്ദ്രനും കനകവും എല്ലാം ഒരേപോലെ ആ കാഴ്ച നോക്കി നിന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഏട്ടന്റെ ഓർമ്മകൾ ഉണ്ടാവും. അതാ ഉണ്ണിക്കുട്ടിനെ നോക്കി നിൽക്കുന്നത്. മുഖം നോക്കി ഒരുപോലെ അല്ലെങ്കിലും അവന്റെ ആ കണ്ണുകളും നോട്ടവും ഭാവവും നടപ്പും എല്ലാം നാഗേട്ടനെ പോലെയല്ലേ. ഏട്ടനുമായിട്ട് അത്രയും അടുപ്പുണ്ടായിരുന്ന ആളല്ലേ ശിവേട്ടന്റെ അച്ഛൻ. അതുകൊണ്ടാവും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. രാമഭദ്രനെ നോക്കി എല്ലാവരോടുമായി ശ്രീ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു വന്ന നിർമ്മലയുടെ ശ്രീ വേഗം അവരെ കെട്ടിപ്പിടിച്ച്. ഹാപ്പി ഓണം നിർമ്മലാമേ, സുഖാണോ? അങ്ങനെ അങ്ങ് പോകുന്നു. എപ്പോഴും ആശുപത്രിയും തിരക്കുകളും തന്നെ. ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ നിന്നെ. പണ്ട് ഈ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടികളാ നീയും ശിവയും നാഥും ഒക്കെ. അന്നും എൻ്റെ സ്വന്തം മോളെ പോലെയായിരുന്നു നീ. എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിച്ചത്. അപ്പോഴാ വർഷാവർഷം മാത്രമേ ഒന്ന് കാണാൻ ഒക്കൂന്നായി. ശ്രീ ഒന്ന് ചിരിച്ചു. എൻ്റെ അമ്മേ, ഇവളെ എനിക്ക് പോലും നേരെ ചൊവ്വൊന്ന് കാണാൻ കിട്ടാറില്ല. ഒത്തിരി നേരമായി ശ്രീ വന്നിട്ട്? ശിവനാഥ് പറഞ്ഞുകൊണ്ടിരിക്കെ പുറകിൽ കേട്ട പതിഞ്ഞ സ്വരത്തിൽ എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. രാധികയാണ്. കറുത്ത മുത്ത് എന്ന് വേണം പറയാൻ. നല്ല കാപ്പിക്കുരുവിന്റെ നിറമാണ് രാധികയ്ക്ക്. ചുരുണ്ട നീളം മുടിയുള്ള അല്പം തടിച്ചൊതുങ്ങിയ ശരീരം. മുണ്ടും നേരിയതും ചുറ്റുമെല്ലാം നടന്നു വരുമ്പോൾ വല്ലാത്തൊരു ഐശ്വര്യമുണ്ടായിരുന്നു രാധികയ്ക്ക്. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ ഈ വസന്തകാലം. നിറഞ്ഞ ചിരിയോടെ വായും തുറന്ന് രാധികയെ നോക്കുന്ന ശിവനാഥിന്റെ അടുത്ത് കൂടി ഒരാക്കിയ പാട്ടും പാടി കിരൺ മുന്നിൽ കയറി നിന്നു. നശിപ്പിച്ചു. ശിവനാഥ് കിരണിനെ നിർത്തി നോക്കി. നിന്നെ ഞാൻ എടുത്തോളാടാ, ശിവനാഥ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, മുറപ്പെണ്ണിന് ഓണക്കൂടി വാങ്ങിയില്ലേ മുറച്ചെടുക്ക. ജുബയും കൊണ്ട് ഇട്ട് അണിഞ്ഞൊരുങ്ങി മുറപ്പെണ്ണിനെ കാണാൻ വന്നതാണല്ലേ തടിച്ചു കൊഴുത്ത കാമദേവൻ. കിരൺ വീണ്ടും വാരിക്കൂട്ടുകയാണ്. ശ്രീയും ശിവനാഥിനെ നോക്കി ആക്കിയൊന്ന് ചിരിച്ചു. ശ്രീ നീയും? ചിണുങ്ങിക്കൊണ്ട് ശിവനാഥ് ശ്രീയെ നോക്കി. ഓ കാമദേവന് നാണക്കൊന്നല്ല, ഭർത്താവിനുമായി നോക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു ഭാര്യ. എന്ത് നല്ല ഭാര്യ. കിരൺ അത് പറയുമ്പോഴാണ് ജയേന്ദ്രൻ അവനെ ഇടിച്ചുകൊണ്ട് എങ്ങോട്ടോ പാഞ്ഞു പോയത്. നോക്കുമ്പോ കനക ഉമ്മറത്തേക്കുള്ള പടികൾ കയറുകയാണ്. മുറ്റത്തുനിന്ന് ഒരു പടിയിലേക്ക് കാലുവെച്ചത് മുട്ടുപിടിച്ചു. തന്റെ ഭർത്താവ് തന്നെ പിടിച്ചേറ്റാൻ വരികയാണെന്ന് കരുതി കനകം ഒരു കൈ നീട്ടി. ആ കൈയുടെ ഓരം ചേർന്ന് ജയേന്ദ്രൻ നടന്നുപോയി. നോക്കുമ്പോ മുറ്റത്തിന്റെ ഒരു വശത്ത് അരിഞ്ഞുണങ്ങിയ നാളികേരം വാരിക്കൂട്ടുകയാണ് അവിടുത്തെ വേലക്കാരി ജാനു. ഹേയ്, വെയില് വരും വരെ കാക്കരുത് ജാനു. സന്ധ്യ ആവണത് വരെ നീ ഇത് എവിടെ പോയിരുന്നു? അല്ല, നല്ല മൂത്ത തേങ്ങയാണോ? ജാനു ഒന്ന് ചിരിച്ചു. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം തേങ്ങ എടുത്ത് ജയേന്ദ്രനെ നേരെ നീട്ടി.
നല്ല മൂത്ത തേങ്ങ ചന്ദ്രേട്ടാ, ഒന്ന് ചവച്ചു നോക്ക്. കിരണ് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവരുറക്കെ പൊട്ടിച്ചിരിച്ചു. കനകൻ ദേഷ്യത്തോടെ ചുറ്റുമും നോക്കി. ശ്രീയും രാധികയും നിർമ്മലയും കൂടി അകത്തേക്ക് പോവുകയാണ്. നിർമ്മല രാമഭദ്രനെയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ജാൻ കാറിൽ ചാരി കൈയും കെട്ടി നിൽക്കുന്നു. ആവണിയും മാധവിയും വീടും പരിസരവും സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ്. താൻ നീട്ട കൈയിനൊന്നും മൈൻഡ് കൂടി ചെയ്യാതെ വേലക്കാരിയോട് കൊഞ്ചാൻ പോയ തന്റെ കെട്ടിയോനെ അധികാരം കണ്ടിട്ടില്ല. ഭാഗ്യം. അപ്പോഴാണ് നീട്ടിയ കൈയിൽ ആരോ പിടിച്ചത് കനകമറിഞ്ഞത്. ശിവനാഥാണ്. ഈശ്വര, ഇനി ഈ മരുമോൻ തിണ്ടിയെ ഞാൻ എങ്ങനെ സഹിക്കും? രാധികയുടെ പേരും പറഞ്ഞ് ഞാൻ ഇവനെ ഒത്തിരി വാരിയതാ. മനസ്സിലായി ഓർത്തതേയുള്ളൂ. ശ്രീടമേ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച സർപ്രൈസാ. ഞാനെന്റെ വീട്ടിൽ വന്ന് 2 ദിവസം നിന്നാ നിങ്ങൾ ഗ്രാൻമയും കൊച്ചുമോനും കൂടി എന്നെ നല്ല പോലെ താളം വിടാൻ വരുമല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ഭർത്താവിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായോ? എന്റെ ഒപ്പം കൂട്ടുകാരനെ കാണാനൊന്നും പറഞ്ഞു വരുന്നതേ ഈ വീട്ടിലെ വേലക്കാരി ജാനുവിനെ ട്യൂൺ ചെയ്യാനാ. ആ വീട്ടിൽ കൊള്ളാവുന്ന ഭാര്യമാരില്ലെങ്കിൽ ചില ഭർത്താക്കന്മാര് വേലി ചാടും. തേങ്ങയും ചവച്ചു വന്ന ജയേന്ദ്രനെ കനകൊന്ന് ഇരുത്തി നോക്കി. നിങ്ങൾ മുറിയിലേക്ക് വാ, തേങ്ങ മൂത്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ജയേന്ദ്രനെയും വലിച്ചെടുത്ത് കനകൻ നടന്നു. ഈ വയ്ക്ക് ഇതെന്താ പെട്ടെന്ന് ബാധ ഇളകിയോ? പോകും വഴി ജയേന്ദ്രൻ കിരണെയും ശിവനാഥിനെയും നോക്കി ചോദിച്ചു. ഓൾ ദി ബെസ്റ്റ്, കിരൺ ഉച്ചത്തിൽ പറഞ്ഞു. അതെന്നാത്തിനാടാ? ജയേന്ദ്രൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. നീളത്തിലൊരു വാഴയില വെട്ടട്ടെ? ശിവനാഥാണ്. അതും എന്തിനാടാ? വീണ്ടും ജയേന്ദ്രന് സംശയം. ഗ്രാൻഡ് പേ പുറപ്പിച്ചെടുത്താനാ, കിരൺ പറഞ്ഞു. ശിവനാഥും കിരണും പരസ്പരം നോക്കി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഹലോ. പുറകിൽ നിന്ന് ഒരുവന്റെ താളത്തിലുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കി രണ്ടാളും. അതെ, ഇന്നത്തെ ഷോ കഴിഞ്ഞെങ്കിൽ ഈ ലഗേജൊക്കെ രണ്ടാളും കൂടി അകത്തേക്ക് കൊണ്ടുപോയിക്കോ. അത് പറഞ്ഞ് ജാൻ ഓരോ പടിയും ചാടി കയറി അകത്തേക്ക് പോയി. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്ന് നീലാംബരി. അമ്മയോട് പിണക്കമാണെങ്കിലും അമ്മയ്ക്ക് വേണ്ടി മുറിയുടെ വാതിൽ അവൾ കുറ്റിയിടാറില്ല. ഭദ്ര ഇന്ന് രാത്രി അവളുടെ അടുത്ത് വന്ന് ഏറെ നേരം ഇരിക്കും. തലയിലൂടെ തഴുകും. ആ നെറ്റിയിൽ ചുംബിക്കും. അവൾ ഉറക്കം നടിച്ച് കണ്ണുകളടച്ച് വെറുതെ കിടക്കും. ഇപ്പോഴും വന്നു അവളുടെ മുടികളിലൂടെ തടവി മൂർത്താവിൽ ചുംബിച്ചു. ഒരു നേരത്തെ ഏങ്ങലടി ശബ്ദം നില കേട്ടുവെങ്കിലും അവൾ കണ്ണുകൾ തുറന്നില്ല. അമ്മയുടെ കണ്ണുനീരിനേക്കാൾ ശക്തമായിരുന്നു അവളിൽ അച്ഛൻ എന്ന വികാരം. തന്റെ മുറിയുടെ വാതിൽ ചാരി ഭദ്ര പോകുമ്പോൾ നീലാംബരി ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളും ഇത്തവണ നിറഞ്ഞു. മുറിയിലാകെ ഭസ്മത്തിന്റെ സുഗന്ധം പരന്നു. നോക്കുമ്പോൾ കട്ടിലിനരികിൽ നിവർത്തി വെച്ച വാഴയില ചീന്തിൽ ഒരു കറുത്ത ചരടും ഭസ്മവും കണ്ട് അവളത് കയ്യിലെടുത്തു. അമ്പലത്തിൽ പോയി പൂജിച്ച് കൊണ്ടുവന്നാണ്. ആത്മാക്കളെയല്ല, മനുഷ്യമൃഗങ്ങളെയാ ഭയക്കേണ്ടത്. നീലാംബരിക്ക് ഈ രക്ഷ വേണ്ട. ഒരു നിമിഷം അതിലേക്ക് നോക്കിയിട്ട് ഏലസിയിൽ വെച്ച് എന്നെ ഭദ്രമായി പൊതിഞ്ഞ് അലമാരിൽ കൊണ്ടുപോയി വെച്ചു അവൾ. അപ്പോഴാണ് തന്റെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച ഫോണിന്റെ ഡിസ്പ്ലേ ഒരു വട്ടം കത്തിയണയുന്ന നേരിയ വെളിച്ചം അവൾ കണ്ടത്. കയ്യിലെടുത്ത് നോക്കുമ്പോൾ കണ്ടു കാവ്യ വീണ്ടും 3 വട്ടം വിളിച്ചിരിക്കുന്നു. വാട്സാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അവളുടെ വോയിസ് മെസ്സേജ് കിടക്കുന്നു. ഓടിപ്പോയി വാതിലടച്ച് കുറ്റിയിട്ട് അവൾ ആ മെസ്സേജ് കേട്ടു. നില, നേരത്തെ ഒരു കാര്യം പറയാൻ ഞാൻ വിളിച്ച്. നിന്റെ വിഷമൊക്കെ ഇട്ട് ആ കാര്യം ഞാൻ പറയാൻ മറന്നു. കുറച്ച് മുമ്പ് ജാനൊരു ആക്സിഡന്റ് ഉണ്ടായി. കിരൺ പറഞ്ഞ നെറ്റിൽ നല്ല മുറിവുണ്ട്, നിന്നോട് പറയണം തോന്നി. പിന്നെ ശ്രീ മാഡം കിരണൊക്കെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്ത? എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പറ്റുമെങ്കിൽ അവരെ കൂടി നീ ഒന്ന് വിളിച്ചേക്കടാ. നിലയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അവൾക്ക് നെഞ്ച് പൊട്ടും പോലെ തോന്നി. സഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് കരയണമെന്നൊക്കെയുണ്ട്. പ്രിയപ്പെട്ട ആർക്കോ എന്തോ പറ്റിയെന്നോ കേൾക്കുമ്പോഴുണ്ടാവുന്ന ഒരു വെപ്രാളവും പരവേശവും. സ്വയം കൂട്ടിലടക്കപ്പെട്ട കിളിയാണ് താനെന്ന് അവൾക്ക് തോന്നി. ഇഷ്ടത്തിന് കൂട് തുറന്ന് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. ഈശ്വര, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ സമയത്ത് ആര് വിളിക്കും? ശ്രീമേഡ് എന്ത് കരുതും? കിരണേട്ടിനെ വിളിക്കാം, അതാ നല്ലത്. അവൾ കിരണിന്റെ നമ്പർ ഡയൽ ചെയ്തു. 2 റിംഗിൽ തന്നെ അവൻ ഫോൺ എടുത്തു. ഹലോ ഹലോ നിലമോളെ, നീ ഓക്കെ അല്ലേടാ? ചെറിയൊരു ആകാംക്ഷ കലർന്നിരുന്ന അവന്റെ സംസാരത്തിൽ. കിരണേട്ട, സാറിനെന്താ പറ്റിയേ? കാവ്യ പറഞ്ഞ ആക്സിഡന്റ് ആയെന്ന്. ഓ, അവന് പ്രശ്നമില്ല മോളെ, നീ അവിടെ ഓക്കെ അല്ലേ? വീട്ടിൽ പോയാൽ പിന്നെ നമ്മളാരെയും വേണ്ടല്ലോ നിനക്ക്. കാവ്യ പറഞ്ഞു നിനക്ക് അവിടെ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന്. എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തോ? അല്ല, ഞങ്ങളാരെയും വിളിക്കുന്നില്ലേ? കിരൺ ജാന്റെ കാര്യത്തിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. കിരണേട്ട, സാറിനെന്താ പറ്റിയേ? എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? മുറിവ് ഒത്തിരി ഉണ്ടോ? ഇപ്പോഴും ഹോസ്പിറ്റലാണോ? എന്നോട് എന്താ നേരത്തെ പറയാഞ്ഞത്? ഒരു മെസ്സേജ് അയച്ചാലെന്താ കിരണേട്ടന്? നിലനിർത്താ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടതും കിരണിന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ഇവളുടെ കുറ്റസമ്മതം കൂടി കഴിഞ്ഞാ എനിക്ക് രണ്ടിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തായിരുന്നു. മനസ്സിലായി ഓർത്തുണ്ടാവും പറഞ്ഞു. നീ ഒന്ന് അടങ്ങു വേണേ. ഞാനൊക്കെ എത്ര തവണ നിന്നെ ദിവസവും വിളിക്കുന്നു. ഒന്ന് ഫോൺ എടുത്ത് കിരണേട്ടാ, ഏട്ടന് സുഖാണോ? ഭക്ഷണം കഴിച്ചോ? ഒരു വാക്കുപോലും ചോദിക്കില്ല. എപ്പോഴും നിന്നെ വഴക്കം പറഞ്ഞ് നടക്കുന്ന നിന്റെ സിഇഒക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വെപ്രാളം. ചോദ്യം കേട്ടാ തോന്നില്ല നിന്റെ കെട്ടിയുടെ തലയാ പൊട്ടിയെന്ന്. അയ്യോ, പൊട്ടിയോ? തല പൊട്ടിയോ? എന്നിട്ട് കാവ്യ പറഞ്ഞ നെറ്റിയിലും മുറിവെന്നാണല്ലോ. നില ആകെ ടെൻഷനിലാണ്. എന്നാലും ഒച്ച പൊന്നാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു.
ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ തലയിൽ തന്നെയാ ഈ നെറ്റി എന്ന് പറയുന്ന സാധനം. എടി പെണ്ണെ, നെറ്റിയിൽ ചെറിയൊരു മുറിവ് അത്രേ ഉള്ളൂ. ഹീറോയിസം കാണിച്ച് തലകൊണ്ട് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചാ. സംഭവം നടന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായല്ലോ. മുറിവൊക്കെ ഉണങ്ങി. പക്ഷെ പാടുപോകാനുള്ള മരുന്ന് വെച്ചിട്ട് നടക്കുക ചെക്കൻ. മുറിവിന്റെ പാടക്കൊണ്ട് ഈ ഗ്ലാമർ പറയുന്ന അവൻ പറയുന്നത്. അവന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ, അവന് ഷൈൻ ചെയ്യാനുള്ളതാ. കിരൺ നല്ലപോലെ പതപ്പിച്ചു. നിലയൊന്ന് ഞെട്ടി. എന്ത് എൻഗേജ്മെന്റോ? ആരുടെ? അല്ല, ആരുമായിട്ട്? അവളുടെ വാക്കുകളിടറി. കിരണിനൊന്ന് ഉറക്കെ ചിരിക്കാൻ തോന്നി. ചിരി കടിച്ചമർത്തി അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പൊ കാവ്യൊന്നും പറഞ്ഞു നിന്നോട്? നമ്മുടെ ആവണിയായിട്ടേ ഇപ്പൊ അതിന്റെ ചർച്ചയിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഫാമിലിയായിട്ട് ശിവങ്ങളുടെ വീട്ടിൽ വന്ന ആക്സിഡന്റ് നടക്കുമ്പോൾ ശ്രീനി കൂടെ ജാൻ്റെ ഒപ്പം കാറിലുണ്ടായിരുന്നു. ആവണിയുടെ അച്ഛനെ അറിയില്ല നിനക്ക്? പുള്ളിയുടെ കാലൊടിഞ്ഞു. ഈ ആഴ്ച നടക്കായിരുന്ന എൻഗേജ്മെന്റ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. പാവ ആവണി അപ്പൊ മുതൽ തുടങ്ങിയ കരച്ചില്ല. ജാൻ പുറകെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം? നിലക്ക് കിരൺ നെഞ്ചിൽ ഒരു ആണിയടിച്ച് കയറ്റിയ പോലെ തോന്നി. കിരൺ പറയുമ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു പോയി. കിരൺ അവളുടെ റിയാക്ഷന് വേണ്ടി കുറുമ്പോടെ കാത്തിരുന്നു. ഹലോ നില, നീ നടി മിണ്ടാത്തേ? ഏയ് ഒന്നുമില്ല കിരണേട്ടാ. കിരണേട്ടിന് സുഖാണോ? കിരണേട്ടിനൊക്കെ സുഖാണ്. എന്താ നിന്റെ സ്വരം ഇടറിയിരിക്കുന്നത്? നമ്മുടെയൊക്കെ സുഖം ഒരു അന്വേഷിക്കുക ഇവിടെ ആരാ ഉള്ളത്? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അവിടെ എല്ലാവർക്കും സുഖല്ലേ? മുളച്ചെറുക്കെന്ന് പറയുന്നു. ഭദ്രാമിക്ക് സുഖാണോ? ഒന്ന് പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. നീ അടുപ്പിക്കില്ലല്ലോ. അടുത്തിനി ഒന്ന് ഫോൺ എടുത്തേ. സുഖാണ്, എല്ലാവർക്കും സുഖം. എല്ലാവരും ഇറങ്ങി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ ജാൻ സാർ ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വീണ്ടും ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്റെ പൊന്നെ, എത്ര തവണയായി പറയുന്ന അവന് ഓക്കെ ആണെന്ന്. ഇനി വേറെ കുഴപ്പമല്ല ഉണ്ടെന്ന് അറിയാനാണെങ്കിൽ നേരിട്ടങ്ങ് വിളിച്ചു ചോദിക്ക്. നിന്റെ CEO അല്ലേ? അല്ല, അതിനവന്റെ നമ്പറുണ്ട് നിന്റെ കയ്യിൽ? കിരൺ അടുത്തടവൊന്ന് പയറ്റി നോക്കി. ഏയ് ഇല്ല, എന്റെ എങ്ങനെ ഉണ്ടാവാനാ? ആദ്യം ഓർക്കാതെ അതേ നടത്തിലൊന്ന് മൂളിപ്പോയി. പിന്നെയാണ് ഓർത്ത് കിരൺ പിന്നെ അതിൽ പിടിച്ച് തൂങ്ങിയെന്ന്. നമ്പറൊക്കെ ഞാൻ തരാം, ഒന്ന് വിളിച്ചു ചോദിച്ചേക്ക്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ CEO അല്ലേ? കാവ്യോട് ഞാൻ പറഞ്ഞ ഒന്ന് വിളിക്കാൻ. നിങ്ങൾ വീട്ടിലൊക്കെ വന്ന് സ്റ്റേ ചെയ്തല്ലേ? ഓരോത്തിന് ശ്രീയമായിട്ടൊക്കെ നല്ല കമ്പനി കൂടിയല്ലേ? വിളിച്ചില്ലേ മോശ? വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നേ? ചെറിയൊരു കുശുമ്പുണ്ടായിരുന്ന ആ സംസാരത്തിൽ. അത് ശരിയാ, അവനിപ്പോട്ട് ഉണ്ടായിരുന്ന ആവണിയുടെ പുറകെ മണം പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഓ മൈ ഗോഡ് നില, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അതെ, രണ്ടിനെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ശ്രീയമ്മനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. എൻഗേജ്മെന്റ് ആയി നേരത്തെ എല്ലാത്തിനും ലൈസൻസ് ആയല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ CEO ചെക്കന് കുറച്ച് കുറുമ്പ് കൂടുതലല്ലേ? അതാ അവന്റെ ബെഡ്റൂമിന്റെ അടുത്ത് അവരുടെ ബെഡ്റൂം. ഏത്? അവൻ ഞാൻ വെക്കുവാണേ. ബൈ. അയ്യോ കിരൺ, വെക്കല്ലേ. അപ്പോഴേക്കും കിരൺ ഫോൺ കട്ട് ചെയ്തിരുന്നു. തൊട്ടുപിറകെ തന്നെ കിരണിന്റെ ഒരു മെസ്സേജും വന്നു. ജാന്റെ ഫോൺ നമ്പർ. കിരണിന് അറിയില്ലല്ലോ ചെക്കൻ പെണ്ണിന്റെ ബാഗിൽ നമ്പർ എഴുതി വെച്ച കാര്യവും കിട്ടിയ ഉടനെ അവളത് സേവ് ചെയ്ത് വെച്ച കാര്യവും. നിലക്കാകെ വെപ്രാളം തോന്നി. വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരുന്ന പോലെ. കിരൺ അവസാനം പറഞ്ഞ വാക്കുകളിൽ അവളാകെ അസ്വസ്ഥയായി. അതിനിപ്പോ എനിക്കെന്താ? എങ്കിലും എൻഗേജ്മെന്റ് ആവണിയായിട്ട് അതെങ്ങനെ ശരിയാവും? ജാൻ സാറിന്റെ കണ്ണുകളിൽ അവളോട് അങ്ങനെ ഒരു ഞാനിതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അവളുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നുകൂടി. ഒരു സ്വിമ്മിംഗ് പൂളിൽ ബിക്കിനിട്ട് നീന്തി തുടിക്കുന്ന ആവണിയുടെ രൂപം. പെട്ടെന്നുണ്ടായ ഇടിയിലും മഴയിലും അവൾ പേടിച്ച് നിലവിളിക്കുന്നു. എവിടെ നിന്ന് ഓടി വന്ന ജാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. അവളെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ടേക്ക് നടക്കുന്നു. ആവണി അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി ജാന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ കിടക്കുന്നു. ഐ ലവ് യു ആവണി. ജാന്റെ ഹസ്കി വോയിസ്. ഈശ്വരാ! നിലകട്ടിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇത്രയും മനോഹരമായ സ്വപ്നതുല്യമായ ചിന്തകൾ ഒരു പക്ഷേ ആവണി പോലും കണ്ടിട്ടുണ്ടാവില്ല. കഥ കുറിക്കണ കല്യാണത്തിന് മുമ്പ് രണ്ടും കൂടി കഥ കുടച്ച് മുറിക്കുള്ളിൽ എന്തെടുക്കുക? ശ്രീയമ്മ ഓടിവാ! നിലയുടെ ചിന്തകളിൽ കിരൺ ഇപ്പോൾ ജാന്റെ മുറിയുടെ വാതിൽ തട്ടുകയാണ്. അയ്യോ! നീലാംബരിക്ക് തന്നെ നെഞ്ച് വേദനിക്കും പോലെ തോന്നി. രാത്രി ഏറെയായി. കുടുംബക്കാരെല്ലാവരും ഒത്തുകൂടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കൈലാസത്തിൽ എല്ലാവരും നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഓണസദ്യക്കുള്ള പച്ചക്കറിയരിലും അച്ചാറിലുമൊക്കെയായി ശ്രീയും രാധികയും നിർമ്മലയും കനകവും വാലികാരി ജാനുവും ഒക്കെ അടുക്കളയിൽ ഒരു മേളം തന്നെയാണ്. അടുക്കളയിൽ കയറാത്ത കനകം പക്ഷേ ഇത്തവണ കൂടെ കൂടി. ഒപ്പം പഴയ ഓർമ്മകളെ അയവിറക്കുന്നുമുണ്ട്. ജയചന്ദ്രനും ജാനും കിരണും ശിവനാഥും ഉമ്മറത്തോരെന്ന് പറഞ്ഞങ്ങനെ ഇരുന്നു. രാമഭദ്രൻ നേരത്തെ തന്നെ ഇറങ്ങി. അദ്ദേഹത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ ക്ഷീണമാണ് രാത്രി. പണി ചെയ്യാൻ മടിച്ച് മാധവി നേരെ മുറിയിൽ പോയി കിടന്നു. ആവണി തറവാടിനകം മുഴുവൻ ചുറ്റിക്കാണും തിരക്കിലാണ്. ഉമ്മറത്ത് കിടന്ന ഒരു ഈസി ചെയറിൽ ചാരി കിടക്കുകയാണ് ജാൻ. ഫോണിൽ ഒരു മെസ്സേജ് ടൂൺ കേട്ടാണ് ട്രാക്ക് പാനിന്റെ പോക്കറ്റിൽ കിടന്ന എന്റെ ഫോൺ ജാൻ കയ്യിലെടുത്ത് അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. കിരൺ അവനെ കൂർപ്പിച്ച് നോക്കി. മെസ്സേജ്? ഇനി അവളെങ്ങാനും ആണോ? ഒരു കോളാണുള്ള പ്രതീക്ഷ. അവളായിരിക്കും. കിരൺ ഓരോന്നാലോചിച്ച് ജാനെ തന്നെ തുറിച്ചു നോക്കി. ജാന്റെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയാണ്. ഫോണിലേക്ക് നോക്കി ഇടനെഞ്ചിൽ കൈകൊണ്ട് മെല്ലെ ഒഴിഞ്ഞു അവൻ.
എപ്പോഴും അവൻ കിരണിനെ നോക്കി. കാണാൻ പാടില്ലാത്ത എന്തോ കണ്ട പോലെ മുഖവും തള്ളിപ്പിടിച്ച് തുറിച്ചു നോക്കുന്ന കിരണിനെ കണ്ടതും ജാന്റെ കണ്ണുകൾ കൂർത്തു. എന്തായെന്ന അർത്ഥത്തിൽ അവൻ പുരികമുയർത്തിയതും ജാന്റെ കയ്യിലിരിക്കുന്ന ഫോണിനെയും ജാനെയും മാറി മാറി നോക്കി കിരൺ. ആരാണെന്ന അർത്ഥത്തിൽ കിരണും പുരികമുയർത്തി. ഒന്നും മിണ്ടാതെ ഈസി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ജാൻ ഫോണിനെ ഇടത് കയ്യിലിട്ട് തട്ടി തട്ടി കിരണിനെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. കിരണൊന്ന് മൂളി. അതിനാരും കേൾക്കാതെ ജാൻ പച്ച മലയാളത്തിൽ കട്ടുപ്പത്തിൽ കിരണിനിട്ട് ചെവിയിൽ തന്നെ പൊട്ടിച്ചു കൊടുത്തു. ജാൻ മുറ്റത്തുകൂടി നടന്നു. ഫോണിൽ നിന്ന് അയച്ച മെസ്സേജിലേക്ക് അവൻ ചെറുചിരിയോടെ നോക്കി. ഇത്രക്ക് പുളകം കൊള്ളാൻ എന്താ ഇപ്പൊ ആ മെസ്സേജിലുള്ളെന്ന് ചോദിച്ചാ വെറുമൊരു ഹാപ്പി ഓണം. ഇതിനാണ് ഈ ചെക്കൻ ഇങ്ങനെ വികാരഭരിതനാവുന്നത്. മറുവശത്ത് നീല ഫോണും കൊണ്ട് ഇരുന്ന് വിറച്ചു. മെസ്സേജ് അയച്ച് ബ്ലൂടൂത്തിക്ക് വീണിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. തിരികെ ഒരു ഹാപ്പി ഓൺ അയക്കാൻ എത്ര സമയം വേണം? അതിന് പോലും സമയമില്ലാതെ ജാൻ സാർ എന്ത് പണിയാവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിരണേട്ടിനെ വിളിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇനി എങ്ങാനും ആവണിയായിട്ട് 1 മണിക്കൂറൊക്കെ അവളായിട്ട് എന്താവും? എത്രയോ സമയത്ത് ആലോചനക്കൊടുവിലാണ് ഒരു ഹാപ്പി ഓണം അയച്ചാലോ എന്നൊരു തീരുമാനത്തിൽ നിലയെത്തിയത് തന്നെ. എവിടേക്കോ ബോംബ് ഭീഷണി മെസ്സേജ് വിട്ട ശേഷം കുറ്റവാളി ഒരിടത്ത് പതുങ്ങിയിരുന്ന് വിറക്കുമ്പോൾ അവൾ വിറച്ചു. 2 കൈ കൊണ്ട് ഫോണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ശ്വാസം പുറത്തേക്ക് ഊതി വിട്ടു. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ നിന്ന് ഫോണിൽ കോൾ വന്ന്. ഒരു ഞെട്ടിലോടെ അവൾ ഫോണിന് കട്ടിലേക്ക് ഇട്ടു. ശബ്ദമില്ലാതെ അണഞ്ഞു തെളിയുന്ന ഡിസ്പ്ലേയിലേക്ക് അവളൊന്ന് ഉറ്റുനോക്കി. ജാൻ സാർ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് അവളുടെ ഫോണിലേക്ക് വന്ന ആ കോള് അവൾ ഒരു നിമിഷം വിശ്വസിക്കാനാവാതെ നോക്കിയിരുന്നു. വല്ലാതെ മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ ഫോൺ കയ്യിലേക്ക് എടുത്തു. കൈകൾ പോലും വിറക്കുന്നു. ആ രൂപം കാണുമ്പോൾ എപ്പോഴുമുള്ള ആ വിറയിൽ തനിക്ക് ആ പേരിനോട് പോലും ഉള്ളതായി അവൾക്ക് തോന്നി. കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ചെവിയോട് ചേർത്തു. അല്പസമയത്തേക്ക് തികഞ്ഞ നിശബ്ദത 2 പേർക്കും ഉണ്ടായിരുന്നു. Who is this? പതിഞ്ഞതെങ്കിലും നിറഞ്ഞ ഗൗരവമുള്ള അവന്റെ സ്വരം കാതിൽ കേട്ടതും അവളൊന്ന് വിറച്ചുപോയി. കോള് കട്ട് ചെയ്ത് പോയാലോ എന്ന് പോലും അവൾ ഒരു നിമിഷം ചിന്തിച്ചു. അതിന് ഞാനങ്ങോട്ട് വിളിച്ചാലല്ലോ, ഇങ്ങോട്ട് വന്ന കോളല്ലേ, എന്നിട്ട് എന്നോട് ആരാണെന്ന് ചോദിക്കുന്നു. മനസ്സിലായി ഓർത്തതേയുള്ളൂ അവൾ. അടുത്ത ചോദ്യം വന്നു. I received a message from this number. That's what I am asking. അതൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ ചെറുതായി ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നീലാംബരിയ. എല്ലാവർക്കും മെസ്സേജ് അയച്ചപ്പോൾ സാറിനും അയച്ചതാ, സോറി. ചെറിയൊരു പരിഭവം നിറച്ച മറുപടി. ഓ നീല, ഓക്കെ. താനപ്പോ എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ടോ? അല്ല, തന്റെ വീട്ടിലുള്ളവർക്ക് സ്മാർട്ട് ഫോൺ അലർജിയാണെന്ന് കിരൺ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. ആളൊന്നും മിണ്ടിയില്ല. നീല, താൻ പോയോ? ഇല്ല, എവിടെയുണ്ട്. സാറിനിപ്പോ എങ്ങനെയുണ്ട്? ഒത്തിരി മുറിഞ്ഞോ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. തികഞ്ഞ ആകുലതയിൽ വളരെ പതിഞ്ഞ സ്വരമായിരുന്നു അവളുടേത്. അവന്റെ കണ്ണിലൊരു കുസൃതി നിറഞ്ഞു. എവിടെ മുറിഞ്ഞോന്ന്? കഴുത്തിലാണോ? കഴുത്തോ? അയ്യോ, അപ്പൊ അവിടെ മുറിഞ്ഞോ? കിരണേട്ടിന് കാവ്യം തലയിൽ ചെറിയൊരു മുറി മാത്രമേ ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞ്. ജാന ചിരി വരുന്നുണ്ടായിരുന്നു. ഓ യാ, ആക്സിഡന്റ്. ഓക്കെ, ഞാൻ കരുതി മറ്റേ മുറിവിന്റെ കാര്യമായിരിക്കുന്നു. അതേത് മുറിവ്? അവൾ ചോദിച്ചു. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എങ്കിലും ഞാൻ ഓർമ്മിക്കട്ടെ. ഫ്ലാറ്റിൽ വെച്ച് നീ എന്നെ മാല കടിച്ചു പൊട്ടിച്ച് ഇത്ര വേഗം മറന്നു? എവിടെയാ നീ കടിച്ചെന്ന് ഓർമ്മയുണ്ടോ? അവളുടെ മുഖമാകെ നാണത്താൽ ചുവന്നു തൊടുത്തു. എന്തു പറയണമെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല. നില, വീണ്ടും അവന്റെ നേരത്തെ ശബ്ദം കാതുകളിൽ കേട്ടു. അവൾ വളരെ പതിയെ ഒന്ന് മൂളി. വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു അവൾ. പെട്ടെന്നാണ് കറണ്ട് പോയത്. അയ്യോ, അവളൊന്ന് വിളിച്ചുപോയി. ഏയ്, വാട്ട് ഹാപ്പൻഡ്? അവൻ ചോദിച്ചു. അത് കറണ്ട് പോയി, റൂമിൽ മൊത്തം ഇരുട്ടാ. നീലാംബരിക്ക് ഇരുട്ട് വീണയാണല്ലേ? ചെറുതായിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ റാന്തൽ കത്തിക്കുക. ചെറിയ തട്ടലും മുട്ടലുമൊക്കെ ഇതിനോടകം തന്നെ അവൻ കേട്ടിരുന്നു. റാന്തൽ? വാട്ട്സ് ദാറ്റ്? ചെക്കനത് മനസ്സിലായില്ല. അതൊരു വിളക്കാ, ഗൂഗിളിൽ നോക്കിയാ മതി. അമ്മേ, ഇപ്പൊ എന്താ? എന്റെ കാല് കട്ടിലിടിച്ചതാ. എരി വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ഉറക്കെ ചിരിച്ചു. നില കണ്ണും തള്ളിയൊരു നിമിഷം ഇരുന്നു. ദൈവമേ, പൊട്ടിച്ചിരിക്കുന്നു. അതെ, ഞങ്ങളുടെ CEO മിസ്റ്റർ ജയ് ശിവനാഥ് മേനോൻ സാർ തന്നെയല്ലേ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നേ? അവൾ ചോദിച്ചു പോയി. എന്താ അത്രയ്ക്ക് ഡൗട്ടാണോ നീലാംബരിക്ക്? അല്ല, ചിരിക്കുന്ന കേട്ടപ്പോ ആള് മാറിയോന്ന് ചെറിയൊരു സംശയം. അതിലൊരു കളിയാക്കൽ ധ്വനി ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാം. പഴയ ചില മൊമെന്റ്സിനെ ഓർപ്പിക്കട്ടെ. അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ മൂളി. അവൾക്ക് ചിലതൊക്കെ ഓർമ്മ വന്നോ. മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. വല്ലാതെ വിയർത്തു അവൾ. ഇടത് കൈയിലെ ഫോൺ ചെവിയോട് ചേർത്ത് അവൾ വലത് കൈ നീട്ടി ജനൽ തുറന്നു. കട്ടിലേക്ക് വീണ കുടമുല്ലപ്പൂവും നീലാംബരിപ്പൂവും പരസ്പരം കെട്ടിപ്പുണന്ന് കട്ടിൽ കിടക്കുന്ന നോക്കി അവൾ നാണത്തോടെ ഇരുന്നു. നില, എന്താ അവിടെ വല്ലാത്തൊരു ശബ്ദം?
അവനെന്തോ അവളുടെ വീടും പരിസരവും അവളുടെ മുറിയൊക്കെ കാണാനൊരു കൊതി. ഓരോ ശബ്ദം അവൾ ഉണ്ടാക്കുമ്പോഴും അതൊക്കെ എന്താണെന്ന് അറിയുമ്പോഴും ആ മുറിയിൽ എത്തപ്പെടാൻ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. കറണ്ട് പോയപ്പോ വല്ലാത്ത ചൂട്, ഞാൻ ജനല് തുറന്നിട്ടാ. കട്ടിലിൽ നിന്നൊരു പിടി പൂക്കൾ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൾ ആഞ്ഞു ശ്വസിച്ചുകൊണ്ടാണത് പറഞ്ഞത്. ഏയ്, why do you take a breath? Did you smell something? അവളിൽ നേർത്തൊരു മാറ്റം പോലും അവൻ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസനിശ്വാസങ്ങളുടെ താളം പോലും അവൻ ആസ്വദിച്ചു. ഈശ്വര, ഈ ജാൻസാറെന്താ എങ്ങനെ? ഈ മനുഷ്യന് ഇവിടെങ്ങാനുണ്ടോ? എന്തൊക്കെ അറിയണം. അങ്ങനെ ഓർത്തുപോയി അവൾ. എൻ്റെ റൂമിന്റെ പുറത്ത് 2 ചെടികളുണ്ട്. ജനൽ തുറക്കുമ്പോൾ പൂക്കൾ കട്ടിലേക്ക് വീഴും. ഒന്ന് മുല്ലപ്പൂവും പിന്നെ ഒന്ന്. അവൾ പറഞ്ഞിർത്തുമ്പോൾ തന്റെ തൊട്ടരികിൽ വളർന്നു നിൽക്കുന്ന ചെറിയൊരു മരത്തിന്റെ കൊമ്പിൽ നിന്നൊരു പൂ വിറുത്തെടുത്ത് അവനൊന്ന് മണത്തു. പറ, പിന്നൊന്ന്. അവൻ കേൾക്കാൻ കാത്തിരുന്നു. നീലാംബരി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.